Hello everyone, welcome to Aarohanamz. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി, ഡിലീഷ്യസ്, ഹെൽത്തി അവക്കാഡോ സ്മൂത്തി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് നമുക്ക് അവക്കാഡോ ആണ് വേണ്ടത്. അപ്പോൾ അവക്കാഡോ വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് ചിലത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കല്ലച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അതിൻ്റെ ഫ്ലഷൊക്കെ. അപ്പോൾ നമ്മൾ ചെനച്ചത് നോക്കി മേടിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു മെറൂൺ കളറിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ സ്കിന്നുള്ളതും ആയാലും ചെനച്ചത് നോക്കി മേടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതിലേക്ക് 1 ഗ്ലാസ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അതിന് പാലിൻ്റെ അളവ് കുറച്ചിട്ട് അതിനനുസരിച്ച് വാട്ടർ ആഡ് ചെയ്താൽ മതി കേട്ടോ. സ്വീറ്റ്നറായിട്ട് ഇവിടെ ഹണിയാണ് യൂസ് ചെയ്യുന്നത്. ഷുഗർ യൂസ് ചെയ്യുന്നവർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ ഹണിയാണ് മോർ ടേസ്റ്റ്. അതുപോലെ തന്നെ ഞാനിവിടെ ഹണി കോട്ടഡ് ആൽമണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഹണി കോട്ടഡ് ആൽമണ്ട് തയ്യാറാക്കി എടുക്കാം. ഈ സൈസിലോ അല്ലെങ്കിൽ ഇതിനേക്കാളും ചെറിയ സൈസിലോ കട്ട് ചെയ്തെടുക്കാം. പാൻ ചൂടായതിന് ശേഷം മാത്രം അതിലേക്ക് ആൽമണ്ട് പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, കരിയരുത്. ആ ഒരു റോസ് സ്മെല്ലൊക്കെ പോയി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിടണം. ഒരുപാട് ചൂട്ടോടെ ഹണി ആഡ് ചെയ്ത് കൊടുക്കരുത്. ഒന്ന് ചൂടാറിയതിന് ശേഷം പാനിലൊരു ചെറിയ ചൂടുള്ള സമയത്ത് മാത്രം ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ എത്ര ആൽമണ്ടാണോ എടുത്തിരിക്കുന്നത് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടോ നല്ലോണം കോട്ട് ചെയ്യുക. അപ്പോൾ ആ ചെറിയ ചൂടിൽ അതൊന്ന് മെൽറ്റായിട്ട് മിക്സ് ആയിക്കോളും. അത്രയും മതി, ഒരുപാട് ചൂട്ടോടെ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അതിനുശേഷം അതെടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കഴിക്കാം, ഐസ്ക്രീമിൽ ഇട്ട് കഴിക്കാം. നമുക്കിനി സ്മൂത്തിയിലേക്ക് തിരിച്ചു വരാം. ഇത് കുറച്ചുകൂടെ പഴുക്കാനുണ്ടായിരുന്നു എന്ന് തോന്നി എനിക്ക് എടുത്തതിന് ശേഷം. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഉള്ളിലൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത ദിവസത്തേക്ക് വെച്ചിരുന്നെങ്കിൽ അതൊരു കറുത്ത് ഒരു പാടൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു. എന്തായാലും നമുക്കിതിൻ്റെ ഫ്ലഷ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലഷ് റിമൂവ് ചെയ്തിട്ട് ആ സ്കിന്നിൽ കുറച്ച് ബാക്കി ഉണ്ടാവില്ലേ, അതൊന്നും കളയണ്ട കേട്ടോ. അതിൽ കുറച്ച് ഡ്രോപ്സ് മിൽക്കൊക്കെ ചേർത്തിട്ട് ഫേസിലും ഹെയറിലൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ്. നല്ല ഗ്ലോയിങ് സ്കിന്നും നല്ല സിൽക്കി ഹെയറൊക്കെ ആയി കിട്ടും. നല്ല മാസ്കായത് അവക്കാഡോ മാസ്ക്. അതേപോലെ തന്നെ നമ്മൾ ഹാഫേ യൂസ് ചെയ്യുന്നുള്ളൂ. ഹാഫ് നമ്മൾ നാളെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സ്കിന്ന് കളയാതെ അടച്ചു വെച്ചിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും, കളറൊന്നും മാറാതെ. നമുക്കിനി അതിലേക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനൊരു 1/4 ഗ്ലാസ് പച്ചവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം. പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് തന്നെ ആഡ് ചെയ്യണം. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ ഹണിയാണല്ലോ ചേർക്കുന്നത്, അപ്പം നമുക്കതൊന്ന് നല്ലോണം സ്മൂത്തായിട്ട് ഇതേപോലെ അരച്ചെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അടിക്കണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ല തിക്ക് ഫോമിലാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇത്തിരി വാട്ടറി ഫോമാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലേക്ക് കറക്റ്റായിട്ട് പകർത്തുവാണ്. നമുക്കിനി അതിലേക്ക് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഹണി കോട്ടഡ് ആൽമണ്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹണി കോട്ടഡ് ആൽമണ്ടാണ് ഞാനിവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചിയാ സീഡ് ആഡ് ചെയ്തിട്ട് കഴിക്കാം. വെറുതെ കോൺഫ്ലേക്സ് മാത്രം ഇട്ടിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഒരു മീലിന് പകരമായിട്ട് വയറ് ഫുള്ളായിട്ടിരിക്കുകയും ചെയ്യും ഇങ്ങനെ കഴിച്ചാൽ കേട്ടോ. നമുക്കിനി ഇതിൻ്റെ മേലേക്ക് 1 സ്പൂൺ ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? എനിക്ക് തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റി ആട്ടോ ഇത്. അവക്കാഡോൻ്റെ ആ റിച്ച് ടേസ്റ്റും ഹണിയുടെ ആ നല്ല മധുരവും പിന്നെ റോസ്റ്റഡ് ആൽമണ്ടിൻ്റെ അരോമയൊക്കെ മിക്സ് ആവുമ്പോൾ ഒന്നും പറയണ്ട, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ അവക്കാഡോ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും. ഒപ്പം എപ്പോഴും എനിക്ക് ഫോട്ടോസ് ഷെയർ ചെയ്യുന്നത് പോലെ ഒരു ഫോട്ടോ എനിക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണേ. കണ്ടോ നല്ലോണം മിക്സായി. അപ്പോൾ ഹണിയും ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലോണം അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണേ. വാവ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അവക്കാഡോ സ്മൂത്തി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.